എനിക്ക് അവളോട് സെക്സ് മാത്രമല്ല തോന്നുന്നു, പക്ഷേ ഐ ലവ് ഹെർ, മോറോവർ ഐ റെസ്പെക്ട് ഹെർ. മാഷിൻ്റെ അത്ര അറിവ് എക്സ്പീരിയൻസ് ഒന്നും ഞങ്ങൾക്കില്ല. മാത്രമല്ല ഞങ്ങളുടെയൊക്കെ ഒരു ആഷ്പുഷ് ലൈഫുമാണ്. ഐ എം നോട്ട് അഡ്വൈസ് യു. പക്ഷേ കുടുംബവും കുട്ടിയൊക്കെ ഉണ്ടായിട്ടും മറ്റ് സ്ത്രീകളോടൊരു അടുപ്പം തോന്നുന്നുണ്ടെങ്കിൽ അത് ഫാമിലിയോടുള്ള റെസ്പെക്റ്റ് ഇല്ലാത്തതുകൊണ്ടാവില്ലേ മാഷേ? മേ ബി ദാറ്റ് വാസ് യുവർ ഫോൾട്ട്. ആലുവയിൽ ഫ്ളാറ്റ് കേന്ദ്രീകരിച്ച് അനാശാസ്യം നടത്തിയതിന് 4 യുവതികളും 7 പുരുഷന്മാരും ഉൾപ്പെടെ 11 പേർ പിടിയിലായി. തൃശൂർ സ്വദേശിനിയായ നീന കുരുവിളയുടെ പേരിൽ വാടകയ്ക്കെടുത്ത ഫ്ളാറ്റിലാണ് മാസങ്ങളായി അനാശാസ്യം നടന്നിരുന്നത്. സോഷ്യൽ നെറ്റ്വർക്കിംഗ് ബന്ധങ്ങളിലൂടെയാണ് ഇടപാടുകാരെ കണ്ടെത്തിയിരുന്നത്. സമൂഹത്തിലെ വിവിധ ശ്രേണിയിലുള്ള ആളുകളുമായി ബന്ധം പുലർത്തിയിരുന്നു നീന കുരുവിള എന്നും പോലീസ് പറഞ്ഞു. ഇവരുടെ യഥാർത്ഥ പേര് ഇതുതന്നെയാണോ എന്ന് പോലീസ് അന്വേഷിച്ചു വരുന്നു. വരും ദിവസങ്ങളിൽ കൂടുതൽ ആളുകൾ അറസ്റ്റിലായേക്കുമെന്നും സൂചനയുണ്ട്. ഇയാളുടെ ഒരു ചെത്ത് വേഷവും സ്പൈക്ക് മുടി, ഈ പ്രായത്തിൽ ഇതിൻ്റെയൊക്കെ വല്ല ആവശ്യമുണ്ടോ മാഷെ? ആ പഴയ സത്യാനാഥൻ മാഷെ കാണാൻ എന്തൊരു ഐശ്വര്യമായിരുന്നു മാഷെ. ഞാൻ ഒന്നും പറയണ്ട. താൻ എന്ത് വിഡ്ഢിത്തായി കാണിച്ചത്? വെറും ഫോണിലൂടെ ഉള്ള പരിചയം വെച്ച് 4 ലക്ഷം രൂപയ്ക്ക് ഒരാളെ സഹായിക്കാന്ന് വെച്ചാൽ? ഇതിപ്പോ പണത്തിന്റെ കാര്യം മാത്രമല്ലെങ്കിലേ, രാത്രി മുഴുവൻ ആ പെണ്ണായിട്ടിരുന്ന് ഫോണിൽ പഞ്ചാരടിക്കലായിരുന്നു പണി. ദേ, സൈബർ സെല്ലെങ്ങാണ് ആ പെണ്ണിന്റെ മൊബൈൽ പരിശോധിക്കുമ്പോൾ മാഷി കുഴപ്പം പിടിച്ച് എന്തെങ്കിലും മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ ഒക്കെ പുറത്തു വരുമെങ്കിലേ സത്യം. അങ്ങനെ വല്ല കുഴപ്പവും ചെയ്തിട്ടുണ്ടോ മാഷെ? ഉണ്ട് മാഷെ, പെട്ടുപോയി. ഞാൻ അയച്ചിട്ടുണ്ട്. എന്റെ പള്ളി, അങ്ങനെ വല്ല മെസ്സേജ് കോൾ ചെയ്ത ശേഷം മാഷി ഇതുവരെ രാത്രി എന്നെ വിളിച്ചിട്ടൊന്നുമില്ലല്ലോ അല്ലേ? വിളിച്ചു കാണും. അയ്യോ, അങ്ങനെയുള്ള മെസ്സേജിന്റെ ആഫ്റ്റർ കോൾസ് നോക്കുമ്പോൾ എന്റെ നമ്പർ കാണാൻ പെട്ട അങ്കിളെ. കാര്യം ഞങ്ങൾ വലിയ വായിൽ വർത്താനം പറയുമെങ്കിലും ഇതുവരെ കളത്തിലിറങ്ങി കളിച്ചിട്ടില്ല. അടുത്ത ബ്രാഞ്ച് സ്റ്റാർട്ട് ചെയ്ത് ഇമ്മീഡിയറ്റ് ആയിട്ട് കല്യാണമൊക്കെ കഴിഞ്ഞ് സെറ്റിൽ ചെയ്യാന്ന് വിചാരിച്ചിരിക്കുക. ഞാൻ കയ്യിന്ന് പോവോ മാഷെ? ഈ ചെയ്തതിനൊക്കെ എന്ത് ന്യായീകരണ മാഷെ ഞങ്ങളോട് പറയാനുള്ളത്? മാഷ് ഞങ്ങളോട് എപ്പോഴും പറയാറില്ലേ, ഭാര്യയോടൊത്തുള്ള ജീവിതം ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണ്, ഭാര്യയെ തൊടുമ്പോൾ ഒരു ഫീലിംഗ് തോന്നുന്നില്ല എന്നൊക്കെ. എന്തുകൊണ്ടാണ് നമ്മൾ പുരുഷന്മാർക്ക് മാത്രം ഇങ്ങനെയൊക്കെ തോന്നുന്നത്? അടക്കാനാകാത്ത കാമം കൊണ്ട്. തിയേറ്ററിൽ സിനിമ കാണുമ്പോൾ ഓരോ തെറിവാക്കിനും കൈയടിക്കുന്ന ആ മാനസികാവസ്ഥ ഉണ്ടല്ലോ, പബ്ലിക്കിന്റെ മുമ്പിൽ ഉടുതുണി വിരിഞ്ഞ് കാണിക്കുമ്പോൾ കിട്ടുന്ന ആ സന്തോഷം, അതേ മാനസികാവസ്ഥ തന്നെയാണ് ഫോണിലും നെറ്റിലും ആ പെണ്ണിനോട് ചാറ്റ് ചെയ്യുമ്പോൾ മാഷ്ക്കും ഉണ്ടായിരുന്നത്. അത്തരം പെണ്ണുങ്ങളോട് മാർക്കറ്റിൽ കിട്ടുന്ന ഏത് കൊച്ചു പുസ്തകത്തിലെ ഭാഷയിലും മാഷ്ക്ക് സംസാരിക്കാം. പക്ഷെ ആ ഭാഷ ഒരു ഭാര്യയും അംഗീകരിച്ചു തരില്ല. അതിനൊറ്റ കാരണമേ ഉള്ളൂ, അവര് നമ്മളെ കാണുന്നത് കാമം തീർക്കാനുള്ള ഒരു ഉപകരണമായിട്ടല്ല, അവരെ പരിഗണിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന പുരുഷൻ, അവരുടെ കുട്ടികളുടെ അച്ഛൻ. ആ ബഹുമാനം നിസ്സാരമല്ല. ഒരു അധ്യാപകനായിരുന്നിട്ട് പോലും തനിക്കത് തിരിച്ചറിയാൻ കഴിഞ്ഞില്ലല്ലോ. കഷ്ടം. പരിഭ്രമിക്കണ്ട, ഒന്നും സംഭവിക്കില്ല. കാശ് കൊടുത്തു എന്നല്ലാതെ വേറെ ബന്ധമൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. ഇനി അഥവാ എന്തെങ്കിലും അന്വേഷണം വന്നാൽ തന്നെ അവൾ മാഷെ പറ്റിക്കുമായിരുന്നു എന്ന് നമുക്ക് വാദിക്കാം. ഞാൻ ഇങ്ങനെ ഒരാളായിരുന്നെന്ന് എന്റെ മകനെങ്ങാനും അറിഞ്ഞ? അതിപ്പോഴല്ല മാഷെ ആലോചിക്കേണ്ടത്. ഏതായാലും 3-4 മാസം ഉണ്ടല്ലോ. ആദ്യം താൻ ഈ കോലമൊക്കെ ഒന്ന് മാറ്റി ആ പഴയ സത്യനാഥ മാഷാക് കുടുംബമൊക്കെ ആയിട്ടൊന്ന് പാച്ചപ്പ് ചെയ്യും. ചിലപ്പോൾ അവര് ഒരു തവണ കൂടി തന്നെ അംഗീകരിക്കാൻ തയ്യാറായേക്കും. ഒരു തവണ കൂടി.
7 പേരെയും കോടതി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. എന്റെ കർത്താവേ, മുഖ്യപ്രതിയായ TV നീന വെച്ച് ഇതല്ലേ കേന്ദ്രീകരിച്ചുള്ള കേൾക്കണുള്ളൂ. അന്വേഷണം എന്റെ കർത്താവേ, ഈ ചെക്കൻ്റെ പോക്കനം കാണിക്കണം. ഹലോ എടാ, ഇതൊക്കെ എന്ത് പഴയ സാധനമാണോ? ഇതൊക്കെ ഞാൻ എപ്പോഴേ കണ്ടതാ. എന്റെ കയ്യിലേ ഒരു ഹോം വീഡിയോ ഉണ്ട്. സംഗതി കിഡുമായിട്ടാ. ഒരു രസത്തിന് ഞാൻ തന്നെ ഷൂട്ട് ചെയ്തതാ. നീ വേറെ ആർക്കും കാണിച്ചു കൊടുക്കില്ലെങ്കിലേ ഞാൻ വൈകുന്നേരം മെയിൽ ചെയ്ത് തരാം. ആരോടും പുറത്ത് പറയല്ലേ കേട്ടോ. ഞാൻ എന്റെ പെൺഡ്രൈവിലും എടുത്തു വെച്ചിരിക്കുന്നത്. ഓക്കെടാ, ശരി, ബൈ. താണ്ടമ്മ എപ്പോ വന്നു? ഞാൻ ഇപ്പൊ വന്നേള്. മോന് ക്ലാസ് ഇല്ലേ? ഇല്ല, സയൻസ് എക്സിബിഷനാ. അമ്മ എങ്ങാനും വിളിച്ചാലേ ഞാൻ സീനത്താന്റിന്റെ വീട്ടിൽ പോയെന്ന് പറഞ്ഞാൽ മതി. ഓക്കെ? ഓക്കെ. ഹലോ പ്രിയച്ചി. മാഷേ, താഴത്തെ ജോലി മുഴുവൻ കഴിഞ്ഞിട്ട് മുകളിലേക്ക് വന്നാ മതി. അല്ല, എന്താ? ഒന്നുമില്ല മാഷേ. ഉം? ഇല്ല, ഒന്നുമില്ല.